ഒരു സഹായിയെയും അള്ളാഹുവിൽ ആരെങ്കിലും പങ്കുചേർത്താൽ സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധമാണ്, സ്വർഗത്തിലോ നരകത്തിലോ ഒരു സഹായിയെയും അവർക്ക് കിട്ടില്ല എന്ന് ഖുർആൻ. അതേപോലെ തന്നെ ശിർക്കെന്ന പാപം ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല, ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത പാപം ശിർക്കെന്ന പാപമാണ്, അത് ചെയ്യരുത് എന്ന് പ്രവാചകന്മാർ ഈ സമുദായത്തെ പഠിപ്പിച്ചു. ആ പ്രവാചകന്മാരുടെ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു ആദർശത്തെ ഈ സമൂഹത്തോട് ഗൗരവകരമായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പലർക്കും ചോദിക്കാറുണ്ട്, മുജാഹിദുകൾക്കെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേയുള്ളൂ, ഈ തൗഹീദ് മാത്രമേയുള്ളൂ, പഴകിപ്പുളിച്ച മുജാഹിദുകളുടെ തൗഹീദ് അവസാനിപ്പിക്കേണ്ട കാലഘട്ടങ്ങളായില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പദ്ധതികളും ഈ പ്രസ്ഥാനത്തിന്റെ അഡ്രസ്സും ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അവസാനിപ്പിക്കപ്പെടേണ്ട കാലഘട്ടങ്ങൾ ആയിട്ടില്ലെന്നാണ് കേരളക്കരയിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന നാഷണൽ ഹൈവേയിലെ ആയിരക്കണക്കിന് ദർഗകളും ആയിരക്കണക്കിന് മക്ബറകളും നമ്മോട് വിളിച്ചു പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേയിലെ അമ്പുകൾ കണ്ടാൽ ദർഗയാണെന്ന് പറഞ്ഞ് കുമ്പിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തെ കൊണ്ട് ആ ദർഗാ സംസ്കാരങ്ങൾക്കെതിരെ, മക്ബറ സംസ്കാരങ്ങൾക്കെതിരെ ഇല്ല, പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്ത, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത, താബികൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, തബൂത്താബിയങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഖുലഫാഉർ റാഷിദുകൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ മക്ബറ സംസ്കാരത്തിനെതിരെ, ദർഗ സംസ്കാരത്തിനെതിരെ അതിശക്തമായി പ്രസ്ഥാനം ശബ്ദിച്ചു. മുജാഹിദ് പ്രസ്ഥാനം ഈ അടുത്ത കാലത്ത് നിർഭാഗ്യകരമാം രൂപത്തിൽ ഒരു പിളർപ്പി പ്രസ്ഥാനത്തിൽ സംഭവിച്ചു. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ ശത്രുക്കളിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനാ ശത്രുക്കളിൽ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, മുസ്ലിം ലീഗിന്റെ ഉന്നതമായ നേതൃത്വത്തിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനിയെ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മൗലവി, നിങ്ങൾ പിളർന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്, പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലില്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനമില്ലാതിരുന്നെങ്കിൽ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് വിഗ്രഹങ്ങളെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥകളിലേക്ക് കേരളത്തിലെ മുസ്ലിം സമുദായം എത്തിപ്പെടുമായിരുന്നു. അതുകൊണ്ട് മൗലവി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് എം മുഹമ്മദ് മദനിയുടെ കൈപിടിച്ചു പറഞ്ഞ ആ സംസാരം ഇന്നും അദ്ദേഹം പല സന്ദർഭങ്ങളിലും ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ എമ്പാടും കാലഘട്ടങ്ങളിൽ ഏറ്റെടുത്തു. ശിർക്കിലും വിദിഗത്തിലും കല്ലിലും കരടിലും കാനിരക്കുറ്റിയും ഉള്ളുമുരയുടെ മൂർഖം പാമ്പ് വരെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കൊണ്ട് പടച്ചവനിലേക്ക് അവരെ തെളിച്ചു വിളിപ്പിച്ചത് ദർഗകളിലേക്കോടുന്ന, മക്ബറകളിലേക്കോടുന്ന, എന്തിനേറെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളുടെ ആചാരങ്ങൾ കടമെടുത്ത് ആ ആചാരങ്ങളിലേക്ക് വരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ മരത്തിന്റെ വേരിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നതും തലയെടുപ്പുള്ള പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന പുരോഹിതന്മാർ തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന നാഷണൽ ഹൈവേയിൽ നമുക്ക് കാണാൻ കഴിയും ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കല്ലിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ, പാറക്കല്ലിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ആ പാറക്കല്ലിന്റെ മുന്നിൽ നേർച്ചകളും കാണിക്കകളും അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആയിരക്കണക്കിന് മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പിരിച്ചുവിടാൻ പറയുന്നവർക്ക് എന്ത് ധാർമ്മികതയാണ് ഈ സമൂഹത്തോടുള്ളത്? ഈ ആളുകളെ സ്വർഗത്തിലേക്ക് ആര് തിരിച്ചു വിളിക്കും? ഈ സമൂഹത്തെ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തിരിച്ചു കൊണ്ടുവരും? സ്വർഗത്തിന്റെ കവാടങ്ങൾ ആരവർക്ക് മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കും? പ്രവാചകന്മാർ കടന്നു വരാനില്ലാത്ത, സഹാബത്ത് കടന്നു വരാനില്ലാത്ത, വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെടാനില്ലാത്ത ഈ ഉമ്മത്തിനെ ആരിന് രക്ഷപ്പെടുത്താൻ? മുജാഹിദുകളല്ലാതെ. നിങ്ങൾ ആലോചിച്ചോ, ഈ അങ്ങാടിയിൽ മദ്യത്തിനെതിരെ ബാനറും കെട്ടി ഒരു പ്രകടനം നടത്താൻ തീരുമാനിച്ച ഇവിടത്തെ രാഷ്ട്രീയ സംഘടനകൾ ഭേദമന്യെല്ലാവരും വരും. കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ അതിനെതിർക്കുന്ന മനുഷ്യരെ മുഴുവൻ മദ്യത്തിനെതിരെ എന്ന ബാനറും പിടിച്ച് ഈ ആളുകൾക്ക് പിന്നിലുണ്ടാവും. എന്നാൽ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം.
വായുവും വെള്ളവും വെളിച്ചവും സുഖസൗകര്യങ്ങളും ശാരീരിക സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി തന്ന ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥന ദൈവത്തോട് മാത്രം, അള്ളാഹുവോട് മാത്രം എന്നൊരു പ്രമേയം ബാനറും കെട്ടി ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ആര് നമ്മുടെ കൂടെ വരും? ഇവിടത്തെ സമസ്ത കേരള വരുമോ? ഇവിടത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാര് വരുമോ? NDF-കാര് വരുമോ? പോപ്പുലർ ഫ്രണ്ടുകാര് വരുമോ? അതേപോലെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിന്റെ പാർട്ടിക്കാര് വരുമോ? ചേകന്നൂരികളും അതേപോലെ മുസ്ലിം സമുദായത്തിന്റെ അഡ്രസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആര് ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ വരും? ആരും വരില്ല. കാരണം എല്ലാവർക്കും എല്ലാവരുടെയും ചൂഷണ മാർഗമാണ് പ്രാർത്ഥന. അല്ലാഹു അല്ലാത്തവരോടാകാം ആരാധനകൾ, നേർച്ചകൾ, വഴിപാടുകൾ അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാം എന്ന സന്ദേശമാണ് അവരുടെയൊക്കെ മാതൃകയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് പറഞ്ഞ് കേരളക്കരയിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അവരുടെ വാചകങ്ങൾ എന്താ എപ്പോഴും അവർക്ക് പറയാനുള്ളത്? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. എന്തൊരു പൊട്ടത്തരാ പറയുന്നത്! മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലുള്ള പമ്പര വിട്ടുത്തരമാണ് പ്രാർത്ഥന സെക്ടാവിനോട് മാത്രം എന്ന് പറയുന്ന പ്രമേയമെന്ന് പ്രസംഗിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ കാലഘട്ടം ഇന്നും ഈ സമൂഹത്തിലുണ്ട്. മൈക്കിനോടും വരുണദേവനോടും ട്യൂബിനോടും സൂര്യനോടും ചന്ദ്രനോടും പ്രാർത്ഥിക്കാമെന്ന് മൈക്ക് കിട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാര് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇന്നും നമ്മുടെ നാടുകളിലുണ്ട്. ഖുർആനെ മാറ്റിവെച്ചിട്ട് മാലമൗലിദുകൾക്ക് പിന്നാലെ പോയി മാലമൗലിദുകളിലെ വ്യാജ ശൈഖുമാർക്ക് പിന്നാലെ ആളുകൾ കടന്നു പോകുന്ന സമ്പ്രദായങ്ങൾ ഇന്നും നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാറായിട്ടില്ല. ഇന്നും ഉദിച്ചു നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ചരിത്രവും പാരമ്പര്യവും മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. ഈ പ്രസ്ഥാനത്തിന് പുതിയ വാദങ്ങളൊന്നും പറയാനില്ല. ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളത് പ്രവാചകന്മാരുടെ പാതയാണ്, സ്വഹാബത്തിന്റെ പാതയാണ്, താബികളുടെയും തബീ താബികളുടെയും റാഷിദകളുടെയും മദാഹിബുൽ അർബഅകളുടെയും അതേപോലെ തന്നെ ഉത്തമമായ 3 നൂറ്റാണ്ടുകളിൽ കടന്നു വന്ന സച്ചരിതരായ പണ്ഡിതന്മാരുടെയും പാതയല്ലാത്ത ഒരു കാര്യവും ഈ പ്രസ്ഥാനത്തിന് പറയാനില്ല. ആദം നബി പ്രാർത്ഥിച്ച, നൂഹ് നബി പ്രാർത്ഥിച്ച, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച, ഇസ്മായിൽ നബി പ്രാർത്ഥിച്ച, യൂസുഫ് നബി പ്രാർത്ഥിച്ച, യൂനുസ് നബി പ്രാർത്ഥിച്ച, മൂസ നബി പ്രാർത്ഥിച്ച, ഈസ നബി പ്രാർത്ഥിച്ച, മുഹമ്മദ് നബി പ്രാർത്ഥിച്ച, അസ്ഹാബുൽ കൗഫ് എന്ന ഔലിയാക്കന്മാര് പ്രാർത്ഥിച്ച, ആസിയ ബീവിയും മറിയം ബീവിയും പ്രാർത്ഥിച്ച, സച്ചരിതരായ മഹത്തുക്കൾ മുഴുവൻ പ്രാർത്ഥിച്ച ലോകത്തിന്റെ സട്ടാവിനോട് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കണം. ഈ സന്ദേശത്തിൽ എവിടെയാണ് പുത്തംവാദമുള്ളത്? എവിടെയാണ് കാക്കകാരണന്മാര് പഠിപ്പിക്കാത്തതുള്ളത്? എവിടെയാണ് നൂതനമായ വാദഗതികളുള്ളത് എന്ന് സഹോദരങ്ങളെ നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് പുത്തംവാദങ്ങളല്ല, പുതിയ വാദങ്ങളല്ല. ലോകത്ത് പ്രവാചകന്മാര് പഠിപ്പിച്ച, പ്രവാചകന്മാരും സ്വഹാബത്തും പഠിപ്പിച്ച സച്ചരിതരായ സലഫുകളുടെ മാർഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് പഠിപ്പിക്കാനുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാൽ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ലാതെ വന്നാൽ, അതേപോലെ അസുഖങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, നേരത്തെ രാവിലത്തെ സെഷനുകളിൽ സുഹൈർ മൗലവി വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെക്കുറിച്ചും പ്രമാണങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയുണ്ടായല്ലോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കപ്പെട്ടാൽ കേരളത്തിലെ വിശ്വാസരംഗത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നഫീസുമ്മയ്ക്കും ജസീറയ്ക്കും സുബ്രഹ്മണ്യ സന്നിധിയിൽ തുലാഭാരം 5 നേരവും നിസ്കരിച്ച് അള്ളാഹുവിൽ മനസ്സ് പൂർണ്ണമായി സമർപ്പിച്ച നബീസുമ്മ മകൾ സുബൈദയ്ക്കും പേരക്കുട്ടിക്കുമൊപ്പം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ മുന്നിൽ തൊഴിക്കൈയോടെ നിന്നപ്പോൾ, ആ ഒരു തുലാഭാരത്തട്ടിലിരുന്നപ്പോൾ അവരുടെ മനസ്സ് തേങ്ങിയത്രേ. ഈ ഒരു തേങ്ങലിലേക്ക് മുസ്ലിം സമുദായം എങ്ങനെ കടന്നുപോയി, എങ്ങനെ ഈ സമുദായം എത്തി? ദർഗകൾക്ക് മുന്നിലേക്ക് വിളിക്കുന്ന, മക്ബറകൾക്ക് മുന്നിലേക്ക് വിളിക്കുന്ന, വ്യാജ ദൈവങ്ങൾക്ക് മുന്നിലേക്ക് വിളിക്കുന്ന, മനുഷ്യരെ തിന്മകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ സമുദായത്തെ തിരുത്താൻ കഴിഞ്ഞിട്ടില്ല മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ. ഇവരെ തിരിച്ചു പടച്ചവനിലേക്ക് വിളിപ്പിച്ചതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? ഇവരെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിച്ചതാണോ? ഗുരുവായൂർ അമ്പലത്തിലെ തുലാഭാരത്തട്ടിലിരുന്ന് കണ്ണുനീർ വാർത്ത അബൂബക്കറാജിയോട് അരുതേ, പടച്ചവനിലേക്ക് തിരിച്ചു വരണമെന്ന് അബൂബക്കറാജിയോട് പറഞ്ഞു പോയതാണോ കേരള ജനതയോട് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ മുന്നിൽ തുലാഭാരത്തട്ടിലിരുന്ന നബീസുമ്മയുടെയും ജസീറയുടെയും കൈകൾ പിടിച്ചിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിച്ചതാണോ കേരളക്കരയിലെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ് എന്ന് ഈ സമുദായം പറയേണ്ടതുണ്ട്. ഇല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പദ്ധതികളും പ്രബോധന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാറായിട്ടില്ല.
അവസാനിച്ചിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനം ഈ സമൂഹത്തിൽ നീണ്ടു നിൽക്കേണ്ട കാലഘട്ടം എന്നുവരെയുണ്ടോ അന്നുവരെ പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകുന്ന കാലഘട്ടത്തോളം ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകും. കലാപങ്ങൾ ഉണ്ടാക്കാനല്ല, അക്രമങ്ങൾ ഉണ്ടാക്കാനല്ല, അരാജകത്വങ്ങൾ സൃഷ്ടിക്കാനല്ല, വിധ്വംസക വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനല്ല, മറിച്ച് നമ്മെ സൃഷ്ടിച്ച